നരേന്ദ്രമോദി മൂന്നാം തവണയും തുടർച്ചയായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഒരു വർഷം കഴിഞ്ഞ് ആഴ്ച പൂർത്തിയായിരിക്കുകയാണ്. ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ നിന്നും വിഭിന്നമാണ് മൂന്നാം തവണത്തെ മോദി ഭരണം പല കാരണങ്ങൾ കൊണ്ട്. ഇത്തവണ ഭരണം നിലനിർത്താൻ മോദിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ അതായത് NDA സഖ്യകക്ഷികളെ ആശ്രയിക്കാതെ കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. 400-ലധികം സീറ്റുകൾ സ്വന്തമായി കരസ്ഥമാക്കി അധികാരം നിലനിർത്തുമെന്നുള്ള അവകാശവാദത്തോടെയാണ് മോദിയും BJPയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ. അത്തരം ഒരു വിജയം ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പോലും BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് 240 സീറ്റ് മാത്രം ലഭിച്ച BJP അധികാരം നിലനിർത്തുന്നത് തന്നെ. പുറമേക്ക് മുന്നണിയുടെ പ്രവർത്തനം ഭദ്രമെന്ന് പ്രതീതി ജനിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിലും സഖ്യകക്ഷികൾ ശക്തമായ വിലപേശൽ നടത്തുന്നതായാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ പലതും വ്യക്തമാക്കുന്ന കാര്യം. ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം സ്വേച്ഛാധികാര പ്രവണതയ്ക്ക് ഒരു പരിധിവരെ കഴിഞ്ഞാനിടാൻ സഹായകം ആയിട്ടുമുണ്ട്. RSS സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള BJPയുടെ സമഗ്ര ആധിപത്യ ഭരണം എന്ന സങ്കല്പം ജനാധിപത്യ ഇന്ത്യയിൽ സാധ്യമല്ല എന്നുള്ളത് വ്യക്തമാക്കുക തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ മോദി ഭരണം. BJPയും മോദിയും മുന്നോട്ട് വെച്ച പല നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോവാൻ അവർ നിർബന്ധിതരാവുക തന്നെയായിരുന്നു. പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളോട് സമരസപ്പെടാനും പലതിലും പ്രതിപക്ഷ സഹകരണവും പങ്കാളിത്തവും ഉറപ്പിക്കാതെ മുന്നോട്ട് പോകുക ദുഷ്കരമാണ് എന്നുള്ള വസ്തുത അംഗീകരിക്കാനും ഭരണകൂടം നിർബന്ധിതമാകുന്ന ഒരു വർഷം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ വർഷം. അത് ആദ്യത്തെ 10 വർഷത്തെ മോദി ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് സെൻസസ് നടത്താനും അതോടൊപ്പം ജനങ്ങളുടെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണം നടത്താനും മോദി സർക്കാർ നിർബന്ധിതമായിരിക്കുക തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP സ്വീകരിച്ച ജാതി സെൻസസിന് എതിരായുള്ള ഒരു കർക്കശ നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് തന്നെയാണ്. ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് വിവരശേഖരണം എന്നത് പ്രതിപക്ഷത്തിന്റെയും NDA സഖ്യത്തിലെ തന്നെ പല കക്ഷികളുടെയും ഒരു പ്രധാന ആവശ്യം തന്നെയായിരുന്നു. അത് സമൂഹത്തെ ഭിന്നിപ്പിക്കും എന്നുള്ള വാദഗതി ഉയർത്തിയാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആവശ്യം നിരാകരിച്ചിട്ട് ഉണ്ടായിരുന്നത്. സമാന രീതിയിൽ 10 ജോയിന്റ് സെക്രട്ടറി, 35 ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ സെക്രട്ടറി തസ്തികകളിലേക്ക് സംവരണം കൂടാതെ ലാറ്ററൽ നിയമനം നടത്താനും UPSC നൽകിയ പരസ്യം അടുത്ത ദിവസം പിൻവലിക്കാൻ മോദി ഭരണകൂടം നിർബന്ധിതമായതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സംവരണ തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമന നീക്കത്തിനെതിരെ പ്രതിപക്ഷം മാത്രമല്ല ഭരണമുന്നണിയിലെ സഖ്യകക്ഷികൾ തന്നെ രംഗത്ത് വന്നതോടെയായിരുന്നു സർക്കാരിന്റെ ഈ മലക്കം മറിച്ചിൽ നടത്തേണ്ടി വന്നത് തന്നെ. മോദിയുടെ ഗതികേട് തന്നെയാണ് ഇതൊക്കെ. NDA സഖ്യകക്ഷിയായ ലോക ജനതാ ശക്തി രാംവിലാസ് പാസ്വാൻ നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ മോദി ഭരണകൂടം നിർബന്ധിതമായിരിക്കുകയാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഒരിക്കലും ഇത് നടക്കാത്ത കാര്യം തന്നെയായിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 21 വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരം ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കാൻ സർക്കാർ നിർബന്ധിതമായതും രാജ്യത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നിലവിൽ വന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. സർക്കാരും ജീവനക്കാരും ഓഹരി നൽകുന്നത് പഴയ പെൻഷൻ പദ്ധതി മാതൃകയിൽ അവസാന 12 മാസത്തെ ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പു നൽകുന്നതാണ് UPS. താരതമ്യേന ദുർബലമായ ഭരണകൂടത്തിന് പ്രതിപക്ഷത്തിന്റെയും ജീവനക്കാരുടെയും സംഘടനകളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരിക തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് നടത്തിയ നയതന്ത്ര ഇടപെടലുകളിൽ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ സർക്കാർ സന്നദ്ധമായതും മാറിയ ആഭ്യന്തര രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരിക്കലും 400 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ BJP സർക്കാർ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നിയമനിർമ്മാണ പ്രക്രിയയിൽ മുമ്പത്തെ പോലെ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കൽ സാധ്യമല്ല എന്ന് വന്നിരിക്കുക തന്നെയാണ്. വഖഫ് ഭേദഗതി ബില്ല് അടക്കം നിയമനിർമ്മാണങ്ങളിൽ പാർലമെന്ററി സമിതികളെ അപ്പാടെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷം തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ സംജാതമായത്. മേൽപ്പറഞ്ഞ വസ്തുതകളെല്ലാം തന്നെ മോദിയുടെയും BJP സംഘപരിവാർ ശക്തികളുടെയും അടിസ്ഥാന രാഷ്ട്രീയ സമീപനത്തിൽ വന്ന എന്തെങ്കിലും മാറ്റത്തെ അല്ല അടയാളപ്പെടുത്തുന്നത്. BJPയുടെയും സംഘപരിവാറിന്റെയും തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് കാഴ്ചപ്പാടിലോ സമീപനത്തിലോ മോദിയുടെ സ്വേച്ഛാധികാര പ്രവണതയിലോ മൗലികമായ മാറ്റം യാതൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ BJP മോദി സർക്കാർ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളത് മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ പരിമിതമായ ഐക്യം കൈവരിക്കാൻ മാത്രമേ രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും മൃഗീയ ഭൂരിപക്ഷവും ഏകകക്ഷി ഭരണവും എന്നുള്ള BJPയുടെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ കെട്ടുറപ്പും വ്യക്തമായ ലക്ഷ്യവും പരിപാടിയുമുള്ള ഒരു പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് BJP പ്രതിദാനം ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വ പ്രതിലോമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും പരാജയപ്പെടുത്തുവാനും കഴിയുമെന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം നൽകുന്ന
രാഷ്ട്രീയ പാഠം തന്നെ.